നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാത്തിരിപ്പിന്റെ നാളുകളാണ്. അതോടൊപ്പം തന്നെ കണക്ക് കൂട്ടലുകൾ. ഓരോ പാർട്ടികളും ഓരോ രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കും, ഏതൊക്കെ തരത്തിൽ വിജയിക്കാൻ സാധിക്കും, എത്ര എത്ര വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള. പക്ഷേ ഇതൊക്കെ തന്നെ ശരിയാകുമോ അതോ തെറ്റാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടങ്ങൾ വളരെ കടുത്തതായി നടക്കുന്ന സ്ഥലങ്ങൾ നിരവധി ഇത്തവണ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പാലക്കാട്. പാലക്കാട് ഇത്തവണ കടുത്ത ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും. നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് UDF ഉം BJP തമ്മിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ LDF വോട്ടുകൾ പ്രധാനമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന രമേശ് പിഷാരടി, BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ, വളരെ ടൈറ്റ് ഫൈറ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് എല്ലാവരും കാണുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇവരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറി? ഈ പറയുന്ന രീതിയിൽ ഇത്തവണ LDF എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം പാലക്കാട് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒരു മുന്നേറ്റം, നിലവിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയിലൂടെ ജയിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ കണക്കുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ പറയുന്ന LDF അവിടെ 3-ാം സ്ഥാനം തന്നെ ആയിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് അവിടെ LDF കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും താപ്പോട്ട് പോകുമെന്നാണ് സർവേ റിസൾട്ട് പോലും സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വോട്ട് നല്ല രീതിയിൽ LDF കുറയാനാണ് സാധ്യത എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ BJP കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJP നല്ല രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ BJP നല്ല രീതിയിൽ വോട്ട് കൂടുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. കണക്കുകൾ നോക്കുമ്പോഴും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. UDF സംബന്ധിച്ചിടത്തോളം UDF തീർച്ചയായിട്ടും ഇത്തവണ വോട്ട് കുറയുമെന്നാണ് കണക്കുകൾ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ UDF നിൽക്കുന്നത് രമേശ് പിഷാരടിയാണ് സ്ഥാനാർത്ഥിയായിട്ട്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ വരെയും നടന്നിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ എങ്ങനെയായിരിക്കും, ഏത് തരത്തിലായിരിക്കും ഓരോ പാർട്ടികൾക്ക് അനുകൂലമാകുന്നത് പ്രതികൂലമാകുന്നത് എന്നുള്ള ചോദ്യം. പക്ഷേ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ BJP തന്നെയാണ് ഒരു പടി മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. പല കാരണങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ അവസാന നിമിഷം ശോഭാ സുരേന്ദ്രനെതിരെ നടന്ന പല സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ അതൊക്കെ തന്നെ ശോഭയ്ക്ക് പ്രതികൂലമായി മാറുമോ അനുകൂലമായി മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അതൊക്കെ തന്നെ ഒരു അന്തിമ ഘട്ടത്തിൽ നടന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആളുകൾ അത്രത്തോളം ഒരു വിലക്കെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് വോട്ടുകൾ കുറയാനായിട്ടുള്ള, വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ശോഭ അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത്. അവിടെ UDF സംബന്ധിച്ചിടത്തോളം ആയാലും 2-ാം സ്ഥാനത്ത് UDF എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് UDF നിലവിലുള്ള മണ്ഡലം, അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ വിജയിക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് പാലക്കാടിനെ സംബന്ധിച്ചുള്ള അവിടെ ഷാഫി പറമ്പിൽ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഷാഫി പറമ്പിൽ പോയി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു, നല്ലൊരു ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് കയറി. ഒരു സേഫ് സോൺ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പാലക്കാട് ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ കോൺഗ്രസിന് പറ്റിയ ഒരു അമളി എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടതും വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു വിഷയം അവിടെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു തരത്തിൽ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ അവിടെ കോൺഗ്രസിന് ഉണ്ടാവത്തില്ലായിരുന്നു. ഒരു ഈസി വേ വിൻ അവിടെ കോൺഗ്രസിന് ഇത്തവണയും ഉണ്ടാവുമായിരുന്നു. പക്ഷേ എല്ലാ രീതിയിലും കോൺഗ്രസിനെ വലയ്ക്കുന്ന അല്ലെങ്കിൽ പെടുത്തുന്ന തരത്തിലോട്ട് പാലക്കാട് ഇത്തവണ കാര്യങ്ങൾ മാറി എന്നുള്ളത് വാസ്തവമാണ്. അത് പല സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ സാഹചര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ BJP കൊണ്ടുവന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നിലവിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം എവിടെ കൊണ്ട് നിർത്തിയാലും വോട്ടുകൾ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ശോഭാ സുരേന്ദ്രനെ കൂടെ ഒരു വ്യക്തി നിർത്തുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും വോട്ടുകൾ എത്രത്തോളം ഉയരും എന്നുള്ളത് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയും കോൺഗ്രസ് അവിടെ നിർത്തിയ ഒരു സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ് അവിടെ നിർത്തിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അതിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് രമേശ് പിഷാരടി അവിടെ പ്രചരണവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവിടെ അത് വിജയസാധ്യതയിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് രമേശ് പിഷാരടിക്ക് സാധിക്കുമോ അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് സർവേ റിസൾട്ടുകൾ പോലെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യം അവിടെ രമേശ് പിഷാരടിക്ക് അത് സാധ്യമായില്ല എന്നുള്ളതാണ്. പകരം ശോഭ ഒരു പടി മുന്നിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നതാണ്. അതായത് വിജയസാധ്യത കണക്ക് നോക്കുമ്പോൾ പോലും ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും ശോഭയ്ക്ക് തന്നെയാണ് കാണുന്നത്. അത് ഒരു മത്സരം അവിടെ നടന്നിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും ശോഭയ്ക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സർവേ റിസൾട്ടുകൾ പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശോഭ വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. അല്ലാതെയുള്ള എന്തെങ്കിലും അടിയൊഴുക്കുകൾ, അവസാന നിമിഷത്തെ നീക്കങ്ങൾ ഒക്കെ തന്നെയും ഒരു വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അട്ടിമറി ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ശോഭയ്ക്ക് തന്നെയാണ് നിലവിൽ വിജയ സാധ്യത വളരെ നല്ല രീതിയിൽ കാണുന്നതെന്ന് പറയുന്നത്. അത് സർവേ റിസൾട്ട് നോക്കുമ്പോഴായാലും അവിടുത്തെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കായാലും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രമേശ് പിഷാരടിയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് നിലവിൽ പാലക്കാട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ശോഭ വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ഉത്തരം നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ട് രമേശ് പിഷാരടി അവിടെ നിർത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും പാലക്കാട് പോലെ അത്രയ്ക്കും കോൺഗ്രസിന് സ്ട്രോങ് ആയിട്ട് വിജയിക്കാൻ സാധ്യമായിരുന്ന ഒരു സ്ഥലം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറുകയാണെങ്കിൽ തന്നെ ഇടതുപക്ഷത്തെക്കാട്ടിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അങ്ങനെ പല സാഹചര്യങ്ങളും കോൺഗ്രസിനെ വിരൽ ചൂണ്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പാലക്കാട് വിജയിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് ഈ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും വിജയിച്ച് ഭരണത്തിലെത്താൻ സാധിച്ചാൽ പോലും പാലക്കാട് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായി BJPക്ക് അത് എടുത്തു കാണിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നതും എടുത്തു പറയേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്ത് അട്ടിമറിയാണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്? ഈ പറയുന്ന രീതിയിൽ സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അതല്ല കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയിലൂടെ അവിടെ വീണ്ടും തുടരെ ജയിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ രമേശ് പിഷാരടിയിലൂടെ കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ? വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ കണക്കുകൾ, സർവേ റിസൾട്ടുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പടി മുന്നിൽ അല്ലെങ്കിൽ ഒരു വിജയ സാധ്യത കൂടുതലായി കാണുന്നത് ശോഭാ സുരേന്ദ്രനും, രണ്ടാം സ്ഥാനത്ത് രമേശ് പിഷാരടിയും, മൂന്നാം സ്ഥാനത്ത് LDFുമാണ് എന്നുള്ളത്. അതിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ പോരാട്ടത്തിൽ ഒരു കടുത്ത പോരാട്ടം എന്തായാലും LDF കാഴ്ചവെക്കില്ല എന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നത്. അതായത് നല്ല രീതിയിൽ വോട്ട് കുറയുമെന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം UDFും BJPയും തമ്മിലായിരിക്കും ആ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത. അതിൽ LDF വോട്ടുകൾ നിർണായകമാവും. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഇടിയാനാണ് സാധ്യത എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ആ വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് പോകുമോ, അതല്ല അത് BJPയിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ശോഭ അവിടെ വിജയിച്ച് കയറുവാണെങ്കിൽ അത് വളരെ വലിയ തോതിൽ BJPക്ക് നേട്ടമായി കരുതാം. അതല്ല അവിടെ രമേശ് പിഷാരടി ജയിച്ചാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നീക്കം വിജയിച്ചു, പരാജയപ്പെട്ടില്ല എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ പറ്റും. അതേസമയം രമേശ് പിഷാരടി ഇവിടെ തോറ്റുപോവുകയാണെങ്കിൽ പല ചോദ്യങ്ങൾക്കും ഈ പറയുന്ന കോൺഗ്രസ് ഉത്തരം നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. കാത്തിരുന്ന് കാണാം പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്ന്.